രാവിലെ എണീറ്റ് ഉടനെ തന്നെ ബോട്ടിലെല്ലാം റീഫിൽ ചെയ്ത് വെച്ചിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് ആയിട്ട് എഴുതി. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഫ്രൂട്ട്സോ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷെയറും ചോദിച്ചുകൊണ്ട് ഒരാൾ പാത്രം കൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവക്കും കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷം നേരെ ഉച്ചക്കത്തുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോയി. അപ്പോൾ ഇതേ താഴെ വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും തറ വീഴുന്നെങ്കിൽ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമായിരുന്നു. അതെല്ലാം വെച്ചതിന് ശേഷം ഫുഡും കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ വിഷമം വന്നു. പിന്നെ കുറച്ച് നേരം അവളുടെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കാണാനായിട്ട്. പിന്നെ വൈകുന്നേരം ആസ് യൂഷ്വൽ ചെടിക്ക് വെള്ളമെല്ലാം നനച്ചു. ഇന്ന് വൈകുന്നേരം മുളക് ബജിയാണ് ഉണ്ടാക്കിയത്. ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ പോയി മുളകെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് മുളക് ബജി ഉണ്ടാക്കി നല്ല ക്രിസ്പി ആയിട്ട്. അതിന്റെ കൂടെ തന്നെ നല്ല കട്ടൻ കാപ്പി ഇട്ടു. പിന്നെ അതെല്ലാം കുടിച്ചതിന് ശേഷം കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതെല്ലാം മടക്കി വെച്ചു. പിന്നെ ഞാൻ റെഡിയായി. അപ്പോൾ ഞാനും ചേട്ടനോട് ഇന്ന് കുറച്ച് വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാനായിട്ട് പോയി. സ്മാർട്ട് ബസാറിലാണ് പോയത്. അവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം നേരെ വീട്ടിലോട്ട് വന്നു.